കേളപ്പജിയുടെ രാജ്ഘട്ട്, ഇങ്ങനെ വളരെ സാംസ്കാരികമായും ആധ്യാത്മികമായും പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ് തിരുനാവായ. മാത്രമല്ല നമ്മുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഈ കടവിലാണ് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുക്കിയത്. ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തൻ്റെ പൂർവികർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി, തൻ്റെ പൂർവികരുടെ ശ്രാദ്ധകർമ്മങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ദിനപ്രതി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ തിരുനാവായ നവാമുകുന്ദൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഇത് കാലങ്ങളായിട്ട് നടന്നു വന്നിരുന്ന ഒരു ഉത്സവമാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ മാമാങ്കം എന്നുള്ളത് ഒതുങ്ങിപ്പോവുകയും ആധുനിക ചരിത്രകാരന്മാർ മാമാങ്കം എന്ന് പറയുന്നത് കേവലം യോദ്ധാക്കൾ തമ്മിലുള്ള ഒരു യുദ്ധമായി മാത്രമാണ് മാമാങ്കത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. എന്നാൽ അതിലുപരി ഇത് ഒരു വലിയ ആധ്യാത്മികമായ അറിവുകൾ പകർന്നു നൽകുന്ന ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു എന്നുള്ളത് പലപ്പോഴും ആധുനിക ചരിത്രകാരന്മാർ വിസ്മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ചരിത്ര നിയോഗം എന്നുള്ള കണക്ക് ഇന്ന് സ്വാമി ആനന്ദവടത്തിൻ്റെയും മറ്റു ആധ്യാത്മിക ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ ഒരു ചരിത്ര നിയോഗം പോലെ വീണ്ടും ഈ നിളാ നദിക്കരയിൽ ഈ ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറിക്കുകയാണ് ഈ കുംഭമേള. ഒരു ഒത്തുചേരലാണ് കുംഭമേള മഹാമേഘം. അതെ 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 കുംഭമേള നടക്കുന്നത്. മാത്രമല്ല ഇതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെ, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട്, അതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം തന്നെ അകമഴിഞ്ഞ സഹകരണം ഇതിനുണ്ട്. ഈ പ്രദേശത്തിന്റെ ഒരു പക്ഷേ ചരിത്രപ്രദമായ പ്രാധാന്യം വീണ്ടും പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് ഈ ഒരു ഉത്സവം കാരണമായിട്ടുണ്ട്, മഹാമാഘം കാരണമായിട്ടുണ്ട്. അതിന് കാരണമാകട്ടെ ഇവിടെ ഉറങ്ങിക്കിടങ്ങുന്ന തിരുനാവായയുടെ മഹത്തായിട്ടുള്ള ചരിത്രം വീണ്ടും ലോകം മുഴുക്കെ അറിയപ്പെടുന്നതിന് ഈ മാഘമകം ഒരു കാരണമായി തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ചെറിയ വിവരങ്ങൾ തന്നത് വളരെ സന്തോഷം. നന്ദി.